ഹായ്. സിനിമ തുടങ്ങി ഒരു 15 മിനിറ്റ് ആകുമ്പോൾ തന്നെ കൊല്ല് 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 അവനെ കൊല്ല് എന്നൊക്കെ വിളിച്ചു പറയാൻ തോന്നുന്ന തരത്തിലൊരു സിനിമ. അതാണ് കിൽ. നിഖിൽ നാഗേഷ് സംവിധാനം ചെയ്ത ഹിന്ദി ആക്ഷൻ ത്രില്ലറാണ് ഈ സിനിമ. നായകനും നായികയും ലക്ഷ്യയും താനിയും ഒക്കെ അഭിനയിച്ച് ആശിഷ് വിദ്യാർത്ഥിയൊക്കെ പ്രധാന കഥാപാത്രങ്ങളിലെത്തുന്ന സിനിമ. ത്രില്ലറൊക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആക്ഷൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്യുന്ന, അതായത് 1.25 മണിക്കൂറാണ് സിനിമ. ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അടുത്ത റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താനുള്ള സമയത്ത് നടക്കുന്ന വലിയ നിരയോളം ഡസൻ കണക്കിന് കൊലപാതകങ്ങളും കള്ളന്മാരും ഇവരുടെ ഇടയ്ക്കൊക്കെ നിന്നിട്ടുള്ള ഫൈറ്റും ഇതൊക്കെ കാണിക്കുന്ന ഒരു സിനിമ. സംവിധായകനെ സംബന്ധിച്ച് ഇപ്പോൾ നിഖിൽ നാഗേഷിനൊക്കെ സംബന്ധിച്ച് ഈ 1.25 മണിക്കൂറിൽ ഒരു ട്രെയിനിൻ്റെ ഈ ജേണിയിൽ ഇത്രയും വലിയ കാര്യങ്ങൾ നടക്കുന്നു എന്ന് കൺവേ ചെയ്യാൻ എടുക്കുന്ന ഒരു റിസ്ക് ഉണ്ട്. അത് വലിയ റിസ്ക് ഫാക്ടറാണ്. അത് ഏറ്റെടുത്തുകൊണ്ട് തന്നെ അത്രയും ഭംഗിയായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്. സിനിമ നമ്മുടെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ട്. 2023 സിനിമ ഇറങ്ങിയിട്ടുള്ളത്. അതിപ്പോഴാണ് നമുക്ക് തിയേറ്ററിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ വയലൻസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ബ്ലഡ് ഷെൽഡൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടില്ലേ? നമ്മളിങ്ങനെ മൂർച്ചയില്ലാത്ത കത്തി കൊണ്ട് ഒരാളിങ്ങനെ വെട്ടി വെട്ടി കീറി 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 കൊല്ലുന്നത് ആലോചിച്ച് നോക്കി. അതുപോലെ സിനിമകളിൽ കാണാൻ അതുപോലെ ഇഷ്ടപ്പെടുന്ന അത്രയും സുഖമുള്ളൊരു പരിപാടി എന്നൊക്കെ പറയൂലേ. കൊല്ലാൻ വേണ്ടി പോകുന്നവരെ അതായത് അവനെ അവനെന്താ കൊല്ലാത്തതെന്ന് നമ്മൾ വിളിച്ച് പറയുന്ന, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ ചട്ടപ്പടി എന്ന് പറഞ്ഞിട്ട് കൊലപാതകമാണ്. ആര് വേണമെങ്കിലും എപ്പോൾ ചാവാം, ആർക്കും ഒരു പ്രയോറിറ്റി ഇല്ല. നായക നടനല്ലാതെ, അതായത് അമൃത് എന്ന് പറയുന്ന കമാൻഡോ ഓഫീസർക്കല്ലാതെ അയാൾ ജീവിച്ചിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ആവശ്യം. ബാക്കി എല്ലാവരും ഏത് നിമിഷമാണെങ്കിൽ നായികയായാലും നായികയുടെ അച്ഛനായാലും അനിയത്തിയായാലും ഫാമിലി ആയാലും അവിടെയുള്ള ചെറിയ കുട്ടികളായാലും ആർക്കും ഒരു പ്രയോറിറ്റി ഇല്ല. അതായത് അയ്യോ അത് കുട്ടിയാണ് കൊല്ലല്ലേ എന്ന് നമുക്ക് തോന്നുമെങ്കിലും അതിനൊന്നും ഒരു കാര്യമില്ല, കൊല്ലും. അങ്ങനെ കില്ലെന്ന് പറയുന്ന പേര് തന്നെ ഒരു കില്ലായി മാറിയ കഥ, കില്ലറായി മാറിയ കഥ അടിപൊളിയാണ്. 1.25 മണിക്കൂർ നമുക്ക് ഫുൾ ടൈം രോമാഞ്ചം തരുന്ന, അതായത് നായകൻ എപ്പോഴും ജയിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയൊന്നുമില്ല. നല്ലോണം അടിയൊക്കെ കിട്ടും, നല്ലോണം കത്തി വെച്ച് ആയുധങ്ങൾ വെച്ച് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും, നല്ലോണം കിട്ടുന്നുണ്ട്. പക്ഷേ അതുപോലെ കൊടുക്കുന്നുണ്ടെന്ന് പറയൂലേ, ആ ഒരു തരത്തിലാണ് കില്ലിൻ്റെ ഒരു പോക്ക്. നായകനും നായികയും തമ്മിലുള്ള പ്രണയം പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു 15 മിനിറ്റൊക്കെ ഈ സിനിമ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു സാധനമാണ്, എന്താണ് എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ പറയുന്ന. പക്ഷേ ഈ 15 മിനിറ്റ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഡയറക്റ്റ് ഇതിലേക്ക് പോവുകയാണ്. കൊലപാതകം, കള്ളന്മാർ, ഇവരുടെ ഒരു ടീം. അതായത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അവിടത്തേക്ക് എത്തുന്ന കൊള്ള സംഘം ഇവരിൽ നിന്ന് ആളുകളിൽ നിന്ന് സാധനങ്ങളൊക്കെ പിടിച്ചു പറിക്കുന്ന. അപ്പോൾ ഇവരുടെ ഇടയിൽ പെടുന്ന നായകൻ, നായികയുടെ ഫാമിലി, ഇവരുടെ ഇടയ്ക്ക് നിന്നും നായികയുടെ ഫാമിലിയൊക്കെ വലിയ ഫാമിലിയാണ്. അപ്പോൾ അവരുടെ ഇടയിലേക്ക് കൊള്ളക്കാരെത്തുന്നു. ഈ കമാൻഡോസ്, അതായത് അമൃതും അയാളുടെ സുഹൃത്തും രക്ഷിക്കാൻ വേണ്ടി എല്ലാവരെയും രക്ഷിക്കുകയാണ്. അതിൻ്റെ ഒരു പോക്കൊക്കെയാണ് ഈ സിനിമ പറയുന്നുള്ളത്. ഇത് കൺവിൻസ് ചെയ്യുക അല്ലെങ്കിൽ കൺവേ ചെയ്യുക എന്ന് പറയുന്ന രീതി വേറെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ വിചാരിക്കും ഒരു ഫസ്റ്റ് ഹാഫിന് അവിടെ അതിനടുത്തെത്തുമ്പോഴോ അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് തൊട്ടുമാണ് ഈ ഫൈറ്റ് സീൻസും ബാക്കി കാര്യങ്ങളൊക്കെ എത്തുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. 15 മിനിറ്റ് മാക്സിമം ആണ് ഇവർ കഥ എന്താണെന്ന് പറയാം. ബാക്കി മൊത്തം കൊലപാതകമാണ്. നമുക്ക് തന്നെ പിടിച്ച് ഇടിക്കാനൊക്കെ തോന്നുന്നു. ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയ നെഗറ്റീവ് ക്യാരക്ടേഴ്സ്. അതായത് ഇങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടിയ ഇങ്ങനെ ചുമരിനൊക്കെ പിടിച്ച് വരക്കാൻ തോന്നില്ല. ആ ഫീൽ ഉള്ളിൽ നിന്ന് വരുന്ന, അതുപോലെ ഒരു ക്രൗഡ് ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്നാൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, അതിൻ്റെ ഇടയിൽ വരുന്ന കമൻസ്, കൊല്ലടാ അവനെ, ബാക്കി വെക്കല്ലടാ, അവൻ പുറകിലുണ്ടടാ എന്നൊക്കെ പറയുന്ന, അതായത് ആവേശം കൊണ്ട് നമ്മൾ കണ്ടുപോകുന്ന അങ്ങനെ ഒരു സിനിമ. അപ്പോൾ ഇങ്ങനെ വയലൻസൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും കാണണം. ഇത് വളരെ കുറവാണ് ഇതിൻ്റെ ഷോ ഒക്കെ. നമുക്ക് ഇപ്പോൾ കോഴിക്കോടൊക്കെ ആയാലും ഒരു രാത്രി 11 മണി ആ സമയത്ത് മാത്രമേ ഷോ ഉള്ളൂ. വളരെ കുറവാണ്. അപ്പോൾ എല്ലായിടത്തും വരണം, എല്ലാവരും കാണണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു. വയലൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് എക്സ്ട്രാ ഇഷ്ടപ്പെടുന്ന, നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലേക്ക് ഈ പ്രണയമൊക്കെ കുറേയൊന്നും കാണിക്കുന്നില്ല. പക്ഷേ കൊലപാതകത്തിലൂടെ ഒരു പ്രണയത്തിൻ്റെ ഡെപ്ത് കാണിക്കാൻ പറ്റുക, അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി, അല്ലെങ്കിൽ അയാളുടെ ഒരു ദേഷ്യം, ഇതൊക്കെ ഒരു എന്താ പറയുക, തലയൊക്കെ ഇടിച്ച് പൊളിക്കുന്നത്. തല നിലത്ത് വെച്ച് സിലിണ്ടർ എടുത്ത് ഇടിച്ചിടിച്ചിടിച്ച് അതിനെ പരത്തി വെക്കുക. ഭയങ്കര രസമായിട്ട് വയലൻസ് കൊണ്ട് ആറാട്ടാണ്. അടിപൊളിയാണ്, എല്ലാവരും കാണണം. അപ്പോൾ പറ്റുന്നവർ മാക്സിമം തിയേറ്ററിൽ പോയി കാണുക. തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ്. ഇതിൻ്റെ ബാക്കി വശങ്ങളെക്കുറിച്ചൊന്നും പറയാം, മ്യൂസിക് ആയാലും സോങ്സ് ഒന്നും ഇല്ല, അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ വലിയ നമ്മൾ അധികം ശ്രദ്ധിക്കില്ല സോങ് ആണോ എന്താണ് ഇത് വരാൻ പോകുന്നത്. നമുക്ക് മൊത്തം വയലൻസ് ആണ്. നമുക്ക് ഇവരെ എങ്ങനെയെങ്കിലും കൊന്നേ പറ്റുള്ളൂ. അവസാനമൊക്കെ എത്തുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ നിന്ന് പോകും, നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ കൊന്നു പോകും. അത്രയും ഇറിറ്റേറ്റിംഗ് ആയ വില്ലന്മാർ,
നായക നടനെയൊക്കെ നിനക്ക് പറ്റോടാ എന്നൊക്കെ പറഞ്ഞ് ഉന്തിത്തള്ളി വിടാൻ പോകുന്ന അത്രയും അടിപൊളിയായ ഒരു സിനിമ. എല്ലാവരും തിയേറ്ററിൽ പോയിരുന്ന് തന്നെ കാണണം. അപ്പോൾ കൂടുതൽ സിനിമാ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.